Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, റായത്തങ്ങ, ഹിരിയങ്ങ, കിരിയങ്ങ, പെണ്ണിങ്ങ, മക്ക ഒരുമിച്ച് കൂടിയൊരു മജ്ലിസ് അല്ലാഹു ഇത് ഖബൂലാക്കട്ടെ. സവിസ്താരമായിട്ട് ഉസ്താദുമാർ ഇവിടെ നസീഹത്ത് ചൊന്നു തന്നാറ്. നല്ലൊരു മജ്ലിസായിട്ടിക്കറ്. ഈ റായത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ജലാലിയ റാത്തീബ് 6 തിങ്കൾ കുറുക്ക നടക്കുമ്പോ മഗ്രിബ് നിസ്കരിച്ചിട്ട് തുടങ്ങി വെച്ച ഒരു മജ്ലിസ് ഇതുവരെ നീണ്ടു നിന്നിട്ട് ഇനി ഇൻഷാ അല്ലാഹ് പ്രത്യേകമായ ഒരു ചടങ്ങ് ജലാലിയയുടെ അവസാനത്തിലുള്ള ഒരു ദുആ ആയിട്ടിക്കറ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചോണ്ടുള്ളേ. ഞങ്ങളെ മുന്നോലു കുറെ പന്തര നേർച്ച വന്നതുണ്ട്. ഒരുപാട് വിഷമങ്ങള്, ബേജാറുകള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള് അനുഭവിച്ചങ്ങ നല്ല നിയ്യത്താക്കിയിട്ട് ഇവിടെ സംഭാവന കൊടുത്തോണ്ടുള്ളാറ്, പന്തര നേർച്ച കൊണ്ടുവന്നറാറ്. ഇതെല്ലാം അല്ലാഹു ഞങ്ങൾ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ചമ്മനാറ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുക ഞാൻ ഉദ്ദേശിച്ചോണ്ടില്ല. ഉണ്ട് കൂടുതലും നിങ്ങൾ പണ്ട് ടൈമിലും നല്ല മല വന്നിട്ട് അൽഹംദുലില്ലാ ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് അല്ലാഹു ഇനിയും റഹ്മത്തര മല തന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ ഞങ്ങൾക്ക് ഇണ്ടത്തെ മജ്ലിസ് റായത്തങ്ങൾ എല്ലാവരും ആണിങ്ങും പെണ്ണിങ്ങും വന്നെത്തിയറാറ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സദസ്സ് നല്ല ഭംഗിയായിട്ട് കാണും. ഞങ്ങളെ ബാലക്കാർ, ഞങ്ങളെ ഈ ഏറ്റവും വലിയ ഒരു ശക്തി ചൊല്ലാം ഞങ്ങളെ ബാലക്കാർ, ഞങ്ങളെ റായത്തെ ബാലക്കാർ എന്തുകൊണ്ടും ധന്യമായങ്ങ. ആ ബാലക്കാർ സ്വറത്തിലുത്തല്ല ഉള്ളത് കൊണ്ട് മജ്ലിസിൽ ആൾമാർ കുറഞ്ഞിട്ടുള്ളാർ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് ലാസ്റ്റ് ഞങ്ങളെ ബാലക്കാർ എത്തിപ്പെടുവോറുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കാരണം ദുആ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുഖ്യമായിട്ടിക്കറ്. ബഹുമാനമുള്ള അഹ്സനി ഉസ്താദ് ചൊന്നതുപോലെ ഏറ്റവും വലിയ ദുആ ആയിട്ടിക്കറ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ. ഒരുപാട് വിഷമത്തിൽ ഉള്ളെങ്കിൽ ഞങ്ങൾ എല്ലാവരും ദ്വാർന്നോട്ടുള്ളത് ആ ദുആ അല്ലാഹു കബൂലാക്കിയെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോണ്ട. അല്ലാഹു ഞങ്ങളെ ഇജാബത്തുള്ള മജ്ലിസാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയൊരു സന്തോഷം ചെന്നെങ്കിൽ ഇണ്ടത്തെ മജ്ലിസ് ബഹുമാനമുള്ള ഞങ്ങളെ റഫീഖ് അഹ്സനി ഉസ്താദ് പരിശുദ്ധമായ മക്ക മദീനത്ത് പോയിട്ട് ചമ്മ 4 ആയിട്ടില്ല വന്നെത്തിയിട്ട് 2-3 നാളായത്ര. ആ ഉസ്താദിന്റെ ഒരു ദുആ നിങ്ങൾ പ്രതീക്ഷിച്ചിര അൽഹംദുലില്ലാ അത് നിങ്ങൾ കിട്ടിയിട്ട് ആ ദുആ അല്ലാഹു കബൂലാക്കട്ടെ. മക്കളെ നിങ്ങൾ എല്ലാവരും ആമീനാക്കണം. നിങ്ങളെ ആമീന്റെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ ഉള്ളു. ആ ഉസ്താദ് ദ്വാരുന്നത് പരിശുദ്ധമായ മക്ക മദീന ഒന്നോ കാണുക. ഈ കൂട്ടത്തിൽ പലരും നെയ്യത്ത് വെച്ചിട്ട് ഈ മജ്ലിസിൽ വന്നെത്തിങ്ങുള്ള നക്ക് പരിശുദ്ധമായ മക്ക മദീന ഒന്നോ കാണണോ, ആ റൗള ഒന്നോ കാണണോ. ഞങ്ങൾ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമായിട്ടിക്കത് ആ ഹബീബായ തങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ കാണുകയില്ലെങ്കിലും ഹബീബ് തങ്ങളെ ആ റൗള ഒന്ന് കാണണോ ചെന്നിട്ടുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഏതൊരു മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. അല്ലാഹു ആ പരിശുദ്ധ മക്ക മദീന ഒന്ന് കാണുക. അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ ഹജ്ജും ഉംറ ചെയ്യും ആഫിയത്തുള്ള ആരോഗ്യമുള്ള സമയത്ത് കുടുംബസമേതം ആ ഹബീബ് തങ്ങളെ കാണുക. അവിടെ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ,
ഒരുപാട് ആൾക്കാരുടെ ഉസ്താദ് ചൊന്നതുപോലെ ദുആ കൊണ്ട് ഏൽപ്പിച്ചുമുള്ള ഞങ്ങളെ ജുനൈദ് ഉസ്താദരെ ഉമ്മ ആസ്പത്രിയിലാണ്, ഉഷാറില്ലാണ്ടുണ്ട്. അല്ലാഹു ഈ മജ്ലിസിലെ ബറക്കത്തുകൊണ്ട് ജുനൈദ് ഉസ്താദിന്റെ ഉമ്മക്ക് പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും ആജിലായ ശിഫയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഖാസിം മദനി ഉസ്താദ് ഉർവാൾ പദവും ഈ അടുത്ത് ഉഷാറില്ലാണ്ട് ഔത്തുലു ബാക്കിയായിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ പോയിട്ട് കണ്ടെന്ന ഉസ്താദരെ കാണുമ്പോ ബേജാറായി പോയിട്ട്, നല്ല ആരോഗ്യമുള്ള നല്ലൊരു ഉസ്താദ്. ആ പരിസര റായത്തില് ഏത് മജ്ലിസിനെങ്കിലും തുടക്കത്തില് ബഹുമാനമുള്ള ഞങ്ങളെ ഖാസിം മദനി ഉസ്താദ് ഉർവാൾ പദവും അയാള് മജ്ലിസിലുണ്ടാവും. ആ ഉസ്താദ് ഉഷാറില്ലാണ്ട് ഔത്തുലു ബാക്കിയായിട്ട് അല്ലാഹുവേ ഇപ്പൊ ആസ്പത്രിയിലുണ്ട്. അല്ലാഹുവേ ഈ പരിശുദ്ധമായ ജലാലിയ റാത്തീബയുടെ ബർക്കത്തുകൊണ്ട് ഉസ്താദ് ആജിലായ ശിഫ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എപ്പ രോഗബണ്ട് ചൊല്ലുക സാധ്യാവില്ല. ഇതൊക്കെല്ലാത്തും ജുനൈദ് അസ്ഹരി ഉസ്താദ് ചെന്നതുപോലെ ഈ റായത്തിൽ ജലാലിയ റാത്തീബ് സംഘടിപ്പിച്ചിരുമേ. ഈ ജലാലിയ റാത്തീബ് ഞങ്ങളെ റായത്ത് ആഫത്ത് മുസീബത്ത് എടങ്ങേറ് ബറകു തീരാ ചെന്നിട്ടായിട്ടിക്കരുത് ആത്മീയമായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും മദ്ഹുകളും ചൊല്ലുമ്പോ ഞങ്ങളെ ഖൽബിയായ രോഗങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. കിബറുണ്ട്, ഉജുബുണ്ട്, അതുപോലെ അഹങ്കാരം, അതുപോലെ ചതി, ഒരുപാട് രോഗങ്ങൾ, ഖൽബിയായ രോഗങ്ങൾ. ഈ രോഗങ്ങൾക്കെല്ലാത്തും പരിഹാരം കിട്ടണമെങ്കിൽ അത് പരിശുദ്ധമായ ജലാലിയ റാത്തീബായിട്ടിക്കരുത്. നിങ്ങൾ ഓരോ ദിക്റും നോക്കൂ. ജലാലിയ റാത്തീബിയുടെ തുടക്കത്തിൽ ചൊന്നത് ഓതി വെച്ചത് പരിശുദ്ധമായ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതിയ അതിൽ പ്രധാനപ്പെട്ട ആയത്തുകളാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകള്. അത് ഓതിയ അതിൽ പിന്നെ പരിശുദ്ധമായ ജലാലിയ റാത്തീബിയുടെ ഹദ്ദാദ് റാത്തീബാണ് ദിക്റ് ചൊന്നു. അതിൽ പിന്നെ ഒരുപാട് മദ്ഹ് ചൊന്നു. ഒരു മദ്ഹ് ചൊന്ന് കാരണം 1000 മദ്ഹിന്റെ പ്രതിഫലം കിട്ടേങ്കത്തെ മദ്ഹാണ് നിങ്ങൾ പാടിപ്പോയോ. എത്ര വലിയ മജ്ലിസായിട്ട് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചോ. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ പരിസര റായത്തിൽ ഒരുപാട് മജ്ലിസ് ജലാലിയ റാത്തീബ് ഇങ്ങനെ ഔത്തുലും ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. പരിസര ഭാഗത്തിൽ ബെൽത്തങ്ങടി താലൂക്കിലെ ഒരുപാട് ജലാലിയ റാത്തീബിയുടെ മജ്ലിസ് നടന്നുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇത് ആത്മീയമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു മജ്ലിസാണ്. അതുകൊണ്ട് ആരും നിങ്ങൾ മിസ്സായി പോവുക. ഇത് മജ്ലിസ് നല്ല നിയ്യത്ത് വെച്ചിട്ട് നക്ക് പരിശുദ്ധമായ മക്ക മദീന ഒന്ന് കാണണോ. 15 ജമാഅത്തിൽ ഒരു പെണ്ണിങ്ങ എപ്പോഴും ജലാലിയ റാത്തീബ് 3 തിങ്കൾ അവിടെ നടക്കുമ്പോ ഒരു പെണ്ണിങ്ങ 313 രൂപ സംഭാവന ആക്കിയോണ്ടിന്ത് ഇപ്പൊ ആ സമയത്തിൽ ചൊന്നോയിന്ത് നക്കൊന്നു ഹറമൊന്നു ഹബീബായ തങ്ങളെ ഹറമൊന്നു ഞങ്ങൾ കാണണം. അവിടെ ആ മക്ക മദീന ഒന്ന് കാണണു ചെന്നിട്ട് നല്ല നീയത്താക്കിയിട്ട് ഒരു പാവപ്പെട്ട ഒരു ഉമ്മ നേർച്ച വെച്ച കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ആ ഉമ്മ കഴിഞ്ഞ വർഷ പരിശുദ്ധമായ മക്ക മദീനത്ത് പോയിട്ട് വന്ന് ഞങ്ങൾക്കും ഒരു അഭിലാഷമുണ്ട്. ഞങ്ങൾ ഒരു മജ്ലിസ് തുടങ്ങുമ്പോ ഞങ്ങൾ നിയ്യത്താക്കി വെക്കണം ഇൻഷാ അല്ലാഹ് ആ ഒരു മക്ക മദീന ഒന്ന് കാണണം. നല്ല ആരോഗ്യമുള്ള സമയത്തിലായിട്ടിക്കണം ആ മക്ക മദീന ഒന്ന് കാണൂ. കാരണം അത്രയും ഒരുപാട് നടക്കുകൊണ്ടു ആ സഫാ മർവത്തിലെ ഒരുപാട് നടന്നു പോവുകൊണ്ടു ഒരുപാട് ഉംറ ചെയ്യുക ആവനെങ്കിൽ നല്ല ആഫിയത്ത് വേണം. എപ്പോഴും ഹബീബായ തങ്ങ ചൊന്ന ഒരു ദുആഅത്ത് സല്ലല്ലാഹു അൽ ആഫിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു അല്ലാഹുവിന്റെ നിങ്ങൾ കേൾക്കണമെങ്കിൽ ആഫിയത്ത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ദുആ ഇറക്കുമ്പോ നിങ്ങൾക്ക് ആഫിയത്ത് കിട്ടുക വേണ്ടി ദുആ ഇറക്കണം. ആ ആഫിയത്ത് ഇന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇബാദത്ത്
ഇബാദത്ത് നിങ്ങൾ ചെയ്യുക സാധ്യയാവുടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, സമയം നീണ്ടുപോയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ബാലക്കാര് സീരണിക്കെട്ടാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വേഗമേ നിങ്ങൾ ഈ മജ്ലിസിലും ഒന്ന് ഭംഗിയാക്കി തരണു. ആ ബാലക്കാരായിട്ടിക്കര് ഈ മജ്ലിസിൽ ഏറ്റവും വലിയ പ്രധാനം ചൊല്ല. കാരണം അധ്വാനിച്ചാർ ഒരുപാട് നാൾ പിന്നെ ഞങ്ങളെ ഈ മജ്ലിസിനെ വിജയിപ്പിക്കുകയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളെ റായത്തെ ബാലക്കാരോട് വേനായതുപോലെ പ്രവർത്തിച്ചാർ ഇൻഷാ അല്ലാഹ് ആ ബാലക്കരെല്ലാരും ഞങ്ങളെ മജ്ലിസ് വന്നു കൂടും ഇൻഷാ അല്ലാഹ്. സീരണി കൊടുക്കുടെ അത് ഈ ദച്ചൗടകെ നിങ്ങളെ മുട്ട ഇൻഷാ അല്ലാഹ് സീരണി എടുത്ത് വണ്ടാർ. അതുകൊണ്ട് പുറത്തുള്ള നിന്റെ പിരിസപ്പെട്ട ബാലക്കാർ അങ്ങായിട്ടിക്കറി ഏറ്റവും വലിയ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫ് നോക്കൂ, എല്ലാ വലിയ ആസറുണ്ടും അസ്ഹാബുൽ കഹ്ഫിങ്ങളെ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ടുള്ള അങ്ങ് ആറായിട്ടിന്നാറ്, അങ്ങ് ബാലക്കാറായിട്ടിന്നാറ്. ബാലക്കാർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നില്ലേ. അത് പ്രത്യേകമായിട്ട് ബാലക്കാരുടെ ഇബാദത്ത് അങ്ങ് ചെയ്യടെങ്കത്തെ ആ ഇബാദത്ത് ഏറ്റവും വലിയ കൂലി ഉണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ട് പിരിസപ്പെട്ട ബാലക്കാർ പറത്തിന്നെങ്കിൽ എന്ന് എല്ലാവരും നിങ്ങൾ ഈ മജ്ലിസിനൊന്നും ഭംഗിയാക്കി തരണു. നിങ്ങൾ SSF പരിപാടിയാണ്. SSF ബാലക്കാരുടെ നല്ലതുപോലെ അധ്വാനിച്ചുള്ളവർ SYS അതുപോലെ ബിസിൽ ജമാഅത്ത് SBS ഹിരിയങ്ങ എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ളാർ. അൽഹംദുലില്ലാ ഞാൻ ഇവിടെ വന്നപ്പമേ നന്റെ എതിര് കണ്ടോളൂ സീരണി അത് പന്തരയായിട്ടിക്കര്. ഏത് ഭാഗത്തും ഈ ഭാഗത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ജലാലിയ റാത്തീബ് നടന്നോട്ടുണ്ട്. ഞങ്ങളെ മുന്നൊരു അണ്ടക്കേരി അതുപോലെ മണ്ടേ വാരത്തിൽ അണ്ടക്കേരി റായത്തില് ജലാലിയ നടക്കരുത്. പതുമുഞ്ചത്തില് കന്യാരകോടിയില് കണിയൂരില് അതുപോലെ കുപ്പട്ടില് അതുപോലെ നെക്കില് അൽഹംദുലില്ലാ ബോവില് ഉജുറുപെട്ടു ഈ പരിസര റായത്തില് എല്ലാ തിങ്ങല് 3 തിങ്ങല് 2 തിങ്ങല് കൊടുക്ക ജലാലിയ റാത്തീബ് നടന്നോട്ടുണ്ട്. എത്ര അനുഭവങ്ങളാണ് സുബ്ഹാനല്ലാഹ്. എത്ര മക്കയില്ലാത്ത മക്കായ ഒരു അനുഭവങ്ങളാണ് പരിശുദ്ധമായ ജലാലിയ റാത്തീബ്. ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ് പരിശുദ്ധമായ ഹജ്ജിന് പോണ്ട മുന്നോലു ആ ഉസ്താദ് റൗത്തുലു പരിശുദ്ധമായ ജലാലിയ റാത്തീബ് നടത്തിയാൽ പിന്നെ അയാൾ പോയിട്ടും ആ പരിശുദ്ധമായ മക്ക മദീനത്തിലും പരിശുദ്ധമായ ജലാലിയ റാത്തീബ് അവിടെയും നേതൃത്വം വഹിച്ച ഒരുപാട് സയ്യിദന്മാർ ഇന്നാറുള്ള അത് വലിയ ഫവറാണ് ജലാലിയ റാത്തീബ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ ഞങ്ങളെ ഈ മജ്ലിസിൽ നിങ്ങൾ വെക്കുമ്പോ അല്ലാഹു തആല ഹാസുലാക്കി തണ്ട. കാരണം അത്രയും പവർഫുൾ ഉള്ളെങ്കത്തെ ഒരു മജ്ലിസാണ്. രണ്ട് അനുഭവത്തിലെ നക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 10-20 വർഷത്തോളം ഈ ജലാലിയ റാത്തീബിന്റെ അനുഭവങ്ങളിൽ രണ്ട് മുന്നോട്ട് ചൊല്ലുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ അടുത്ത് കഴിഞ്ഞ വാരത്തിൽ ഒരു രണ്ട് ചെറുപ്പക്കാരൻ എൻ്റെ ഒരു സ്നേഹിതൻ അയാൾ ഒരു ഫോൺ വിളിച്ചിട്ട് വിഷയാക്കിയിട്ട് ഞാൻ ചെമ്മ വർഷ മക്കയില്ലാണ്ട് 12 വർഷത്തോളം മക്കയില്ലാണ്ടായിട്ട് ഒരു 6 വർഷത്തെ മുന്നോട്ട് ആ ചങ്ങായിയുടെ പരിചയപ്പെട്ടിട്ട് അയാൾ ചൊന്നോയിത്ത് ഞാൻ പരിശുദ്ധമായ ജലാലിയ റാത്തീബ് വന്ന് തെച്ചോണ്ടുന്നു. ഇന്ന് നാണു നിന്റെ പെഞ്ഞായി വന്ന് തെച്ചോയിന്ന നക്ക് പരിശുദ്ധമായ ഈ ജലാലിയ റാത്തീബ് കൊണ്ട് നക്ക് നല്ലൊരു കുഞ്ഞു കിട്ടുന്നു നല്ല ആഗ്രഹിച്ചിട്ടാണ് നാനുള്ളു. നിങ്ങൾ പോണ്ട മജ്ലിസിലും ഉസ്താദുമാരൊട്ടിങ്ങ നിങ്ങൾ ദ്വാരപ്പാട്ടനു ചൊന്നിട്ട് പ്രത്യേകമായി ആ ബാലക്കാർ ചൊന്നിട്ടാവുമ്പോ അൽഹംദുലില്ലാ ഞാൻ പോണ്ട മജ്ലിസിലും അതുപോലെ ബാക്കിയുള്ളങ്ങളൊട്ടിയും ഞാൻ ദ്വാരപ്പ ഏൽപ്പിച്ചോണ്ട് ഏൽപ്പാട്ടി വാട്ടിന്ന്. എന്നാൽ കഴിഞ്ഞ വാരത്തിൽ അയാൾ ഫോൺ വിളിച്ചിട്ട് വിഷയാക്കിയ ഒരു പളക്ക 12 വർഷമായിട്ട് നക്ക് നണ്ട് പെഞ്ഞായി കർപ്പിച്ചായിട്ടുള്ള ആള്. അതുകൊണ്ട് നിങ്ങൾ ഔത്തുലൂർ ജലാല് നിങ്ങൾ ഔത്തുലൂർ പരിശുദ്ധമായ ബുർദയും നടത്തുന്നു ചൊന്നിട്ട് അയാൾ വിളിച്ചിട്ട് അൽഹംദുലില്ലാ അയാൾ ഔത്ത് പോയിട്ട് സന്തോഷത്തോടെ തിരിഞ്ഞു വന്ന് മാഷാ അല്ലാഹ് അല്ലാഹു തആല ആ അയാൾക്ക് നല്ല ഖൈറായ മക്കളെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സുഖപ്രസവം ആ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നല്ല അങ്ങനത്തെ ചമ്മ എന്റെ ഉജുറുപെട്ട് ജമാഅത്തിലും 8 വർഷമായിട്ട് മക്കയില്ലാണ്ട് ജലാലിയ റാത്തീബ് കഴിഞ്ഞ ജലാലിയ റാത്തീബ് വാർഷികത്തിൽ നല്ല നേർച്ച 12 നേർച്ച വെച്ചിട്ടാവുമ്പോ ആ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരു സന്തോഷ വാർത്ത കിട്ടി. പെണ്ണുങ്ങ കർപ്പിച്ചായതുണ്ട്. അങ്ങനെ എത്രമാത്രം പെണ്ണുങ്ങ മങ്ങിലാവത്ത ബാലക്കാർത്തി മക്ക
എത്ര അനുഭവമുണ്ട് നാനോട് കറാമത്ത് ചൊല്ലുക അല്ല ഉദ്ദേശിച്ചോ എന്റെ ഈ റായത്തോ എന്റെ ബാലക്കാർ എന്റെ ഹിരിയങ്ങളിട്ടു നിങ്ങൾ അനുഭവിച്ചങ്ങളെ വിഷയം ചൊന്നോട്ടുള്ളൂ. അതുകൊണ്ട് ഈ ജലാലിയ റാത്തിബിടെ നിങ്ങൾ കൊണ്ടു നടക്കേണ്ടത് ഞങ്ങളെ കർത്തവ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശാ അല്ലാ നല്ല നീയത്തോടെ എന്റെ പുറത്തുള്ള ബാലക്കാരെല്ലാരും ഈ മജ്ലിസ് ഈശാ അല്ലാ ഈ പന്തറ ചൊല്ലു ഓരോരുത്തരും നേർച്ച വെച്ചിട്ടാവുമ്പോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ കാര്യം സക്സസ് ആയി കിട്ടുവാറ് എനിക്ക് കിട്ടുന്നു ചൊന്നിട്ട് നീയത്താക്കിയിട്ട് പന്തറെടുത്ത പറഞ്ഞത് അതൊക്കെ ഭയങ്കര പവറുണ്ട്. ബഹുമാനപ്പെട്ട ഫുട്ബോൾ സാദാത്യങ്ങൾ പലരും ചൊല്ലതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ അടക്ക അറ്റക്കോയ തങ്ങൾ അടക്ക അതുപോലെ ജാഫർ സ്വാദിഖ് തങ്ങൾ അടക്ക പലരും ഒട്ടിಗೆ ನಾನು സാധാരണ തങ്ങന്മാരൊട്ടിಗೆ ആ ഒട്ടിಗೆ ജലാലിയത്ത് പോകുമ്പോ കാറിൽ ചൊല്ലിയ വിഷയമുണ്ട്. പരിശുദ്ധമായ ജലാലിയ റാത്തീബ് കിണ്ടുൾ കണക്ക് പന്തര നേർച്ച പണ്ട് അത് എന്തോ വലിയൊരു കറാമത്ത്. അത് ഭയങ്കര നീയത്താക്കുമ്പോ അല്ലാഹു തആല അങ്ങനെ കാര്യങ്ങളെ അല്ലാഹു ഹാസുലാക്കി കൊടുക്കുക. അത് ഈ റായത്തിൽ മാത്രമല്ല പല റായത്തിലും പോയവിടല്ല ഞാൻ കണ്ടുവന്നോണ്ടുള്ള ചെന്നിട്ട് സയ്യിദന്മാർ അറിയിച്ചിട്ടിരിക്കുമ്പോ ബഹുമാനമുള്ള മോമിനിങ്ങളെ ഈ മജ്ലിസിൽ വെച്ചെങ്കത്തെ സീരണി ഈ ഓരോരുത്തരും എടുത്തു പോകണം. എന്തേ നന്റെ ഔത്തുള്ള രോഗങ്ങൾ ആറുകു ബറകു തീറ ഷുഗർ ബറകു തീറ ബി.പി ബറകു തീറ ഹാർട്ട് ഫെയിൽ ആവുക തീറ അങ്ങനെ ഹാർട്ട് ബ്ലോക്ക് ആവുക തീറ അങ്ങനെ എണ്ണിത്തീരാത്ത രോഗങ്ങൾ നല്ല കരുതിട്ട് അങ്ങനത്തെ ഒരു രോഗം നക്ക് ബറകു തീറ നന്റെ കുടുംബത്തങ്ങ് ബറകു തീറ ചൊന്നിട്ട് നല്ല നീയത്തോടെ ഈ നേർച്ചക്ക് വന്നെങ്കത്തെ പന്തരട് നിങ്ങൾ എടുത്തു പോകുമ്പോ അള്ളാഹു വലിയ അതുക്കുള്ള ഒരു പവർ അള്ളാഹു തണ്ട. കാരണം ഈ ജലാലിയ വെച്ചേക്ക് ഒരു വലിയ പവർ ഉണ്ട്. അള്ളാഹു തആല മജ്ലിസിൽ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു പന്തര 4 അതായത് കെട്ട് ഒരു 4 കേജിരെ പന്തര ചിലപ്പോ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ 5 കേജിരെ പന്തര നിങ്ങൾ മുന്നിൽ തരുമ്പോ അത് നല്ല നിലക്ക് സ്വീകരിക്കണം. ഒരു 4 കെട്ട് അതായത് 4 കേജിരെ പന്തര ഒരു 250 ഉറുപ്പിക പോലെ കൊടുത്തിട്ടും അതുപോലെ 5 കേജിരെ പന്തര ഒരു 300 ഉറുപ്പിക പോലെ നിങ്ങൾ എടുത്തിട്ട് സഹകരിക്കണം. കാരണം അത്രയും ഞങ്ങളെ ഈ മജ്ലിസിൽ വെച്ച് ദുആത്ത് ഇജാബത്തുള്ള അഹ്സനി ഉസ്താദ് ചമ്മദ് വാർന്നിട്ട് ഞങ്ങൾക്ക് വലിയൊരു ആശ്രയ ഉസ്താദിന്റെ ദുആ ഞങ്ങൾക്ക് ഉണ്ടോച്ചുന്നു. ഈ നല്ലൊരു ബാലക്കാര ടൈമിൽ ആ ഉസ്താദ് ഹജ്ജിൽ പോയിട്ട് ഞങ്ങൾക്കും വലിയ അഭിലാഷമുണ്ട്. അല്ലാഹുവേ ആ പരിശുദ്ധമായ മക്ക മദീന ഒന്ന് കാണൂ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ ഹജ്ജും ഉംറ ചെയ്യുക നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പന്തറ ഈ സീരനി ആരെല്ലാം കൊണ്ടുപോകണ്ട റബ്ബേ അങ്ങനെ ശരീരത്തുള്ള രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു അപകടമോ ആഫത്തോ മുസീബത്തോ നീ നൽകിറല്ല റഹ്മാനെ. ഇത് പരിശുദ്ധമായ ജലാലിയ റാത്തീബിൽ വെച്ച് ഈ നേർച്ച വന്നതായിട്ട് റബ്ബേ അല്ലാഹ് ഇത് നീ കബൂലാക്കി തരണേ അല്ലാഹ്.